വെട്ടിപ്പ് എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഒരു നിഗമനത്തിലെത്തുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് റെസീറ്റ് പ്രൂഫ് നോക്കുന്നത് മണ്ഡല സെക്രട്ടറിയാണ്. മണ്ഡല സെക്രട്ടറി പ്രൂഫ് നോക്കിയപ്പോൾ ഇടതു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൂഫ് നോക്കിയിട്ട് മാറ്റിയടിക്കാൻ വേണ്ടി പറയുന്നു. മാറ്റിയടിക്കാൻ വേണ്ടി ആൾ പ്രസ്സിലെത്തുമ്പോഴേക്ക് ഇടത് ജനാധിപത്യ മുന്നണി എന്നുള്ള റെസീറ്റ് അടിച്ചു കഴിഞ്ഞു. അതെടുത്ത് ഓഫീസിൽ വെക്കുന്നു. അതിൻ്റെ കൂടെ ഇടതു ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന റെസീറ്റ് കൂടി പിന്നീട് അടിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. കേക്ക് ഞാൻ അതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വല്ലാതെ ബേജാറാവല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് കേൾക്കുക. അതായത് ഈ ഓഫീസിൽ റെസീറ്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച സംഭവിച്ചത് എന്താണെന്ന് പാർട്ടി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ടി.എ. മധുസൂദൻ, അദ്ദേഹത്തെയാണല്ലോ നിങ്ങൾ വളരെ ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് കൃത്യമായി അതേ റെസീറ്റ്, അത് വ്യാജ റെസീറ്റ് ആയിരുന്നില്ല, ഒറിജിനൽ റെസീറ്റ് ആയിരുന്നു. ആ റെസീറ്റ് പാർട്ടിയുടെ മുമ്പാകെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു നിങ്ങളോട്? രണ്ടും തിരിച്ചു വന്നല്ലോ. നിങ്ങൾ അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ടി.എ. മധുസൂദനാണ്. വി കുഞ്ഞികൃഷ്ണനോട് നിങ്ങൾ പോയി ചോദിക്കുക. വി കുഞ്ഞികൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്ത ടി.എ. മധുസൂദൻ്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് പാർട്ടിക്ക് തിരിച്ചു വന്നോ ഇല്ലയോ നിങ്ങൾ ചോദിക്കേ. ടി.എ. മധുസൂദൻ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. ടി.എ. മധുസൂദൻ ഒരു റെസീറ്റേ കൊടുത്തിട്ടുള്ളൂ. ആ റെസീറ്റ് തിരിച്ചു വന്നോ ഇല്ലയോ നിങ്ങളത് വി കുഞ്ഞികൃഷ്ണനോട് ചോദിക്കുക. അപ്പം അത് അയാളല്ലോ കൊടുത്തത്. എനിക്കറിയില്ല. ഞാനല്ല കണക്ക് പരിശോധിച്ചത്. അതെന്ന് ടി.എ. മധുസൂദൻ്റെ റെസീറ്റ് ഈ കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. ടി.എ. മധുസൂദൻ അത് എനിക്കറിയില്ല, ഞാൻ ഓഡിറ്റ് ചെയ്ത ആളല്ല. അതായത് ടി.എ. മധുസൂദൻ്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് തിരിച്ച് മണ്ഡലം കമ്മിറ്റിക്ക് വന്നിട്ടുണ്ട്. ആ റെസീറ്റ് ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ള ഓഡിറ്റ് കമ്മിറ്റി ആ റെസീറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതയുള്ളതായിട്ട്, എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് പാർട്ടി കമ്മിറ്റിക്ക് മുമ്പ് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. അല്ല, അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ടി.എ. മധുസൂദൻ തന്നെയാണ്. ടി.എ. മധുസൂദൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള റെസീറ്റ് കൃത്യമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് എന്തടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞ വലിയ കള്ളത്തരം എന്നൊക്കെ പറഞ്ഞു? അല്ല, നിങ്ങൾ അങ്ങനെ വർത്താനം പറയാൻ പാടില്ല. അല്ല, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കുക, നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തണ്ട. അത് ശരിയല്ല. വലിയ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ ഒരു സൂക്ഷ്മത ഉണ്ടാവും. അപ്പം ഇതിനകത്ത് പയ്യന്നൂർ സൊസൈറ്റിയിൽ പ്രസ്സിൽ അച്ചടിച്ച ഒരു സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് അച്ചടിക്കുന്നത് വേറൊരു പ്രസ്സിലാണ്. പക്ഷേ ആ പ്രസ്സിൽ അച്ചടിച്ച പേരല്ല, പ്രസ്സിന്റെ പേര് പോലും ആദ്യത്തെ പയ്യന്നൂർ പ്രസ്സിന്റെ പേരെഴുതും. ഇതാണ് ഞാൻ പറഞ്ഞ സൂക്ഷ്മത. ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി ഒരു റെസീറ്റ് അടിക്കുമ്പോൾ അത് കള്ളത്തരമല്ലേ? അതെന്താണ് പാർട്ടി സമ്മതിക്കാത്തത്? അതായത് റെസീറ്റ് അച്ചടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പാർട്ടി അന്വേഷണ കമ്മീഷൻ കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നു. പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഓഫീസ് സെക്രട്ടറി ഓഫീസിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്തു. മനസ്സിലായോ? നിങ്ങൾക്ക് പിടിക്കേണ്ടയും ചോര പിടിക്കേണ്ടത് ടി.എ. മധുസൂദൻ തന്നെയാണ്. ടി.എ. മധുസൂദനെ ചോര പിടിക്കാനുള്ള വകുപ്പതിൽ ഇല്ലേ? ഉണ്ടെങ്കിലല്ലേ ചോര പിടിക്കേണ്ടത്. അതിൽ വകുപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മേലെ അധികം ചോദിച്ചിട്ട് കാര്യമില്ല. ഓഫീസ് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു രീതി അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം പലരോടൊന്നും ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് അത് ഓഫീസിൽ ഏൽപ്പിക്കുന്നതാണ് പറയുക. മനസ്സിലായില്ലേ? ഓഫീസിനെ അത്രയും വിശ്വാസത്തിലെടുത്തിട്ടാണ്
ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആരുടെ എന്തെങ്കിലും ഒരു ഫണ്ട് ശേഖരിക്കുന്നു, ഞങ്ങൾ ചിലപ്പോൾ നേരിട്ട് ഫണ്ട് ശേഖരിക്കാറില്ല പലപ്പോഴും. അപ്പോൾ ഓഫീസിൽ അത് ഏൽപ്പിക്കണം എന്ന് പറയുന്നു. ഓഫീസിൽ ഏൽപ്പിച്ച് റെസീറ്റ് ചേർക്കേണ്ടത് ഓഫീസിൻ്റെ ചുമതലയാണ്, വിശ്വസിച്ചിട്ട് ചെയ്യുന്നതാണ്. അതിലെന്താ വീഴ്ച സംഭവിച്ചിട്ട് വീഴ്ച സംഭവിച്ചു എന്ന് പാർട്ടി കണ്ടു, നടപടിയെടുത്തു. അവിടെയാണ് ഞാൻ പറയുന്നത്, അവിടെയും വി കുഞ്ഞികൃഷ്ണന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി പാർട്ടി എടുത്തിട്ടുള്ള നടപടി അദ്ദേഹം ഉന്നയിച്ച വിഷയമാണ്. അതിൻ്റെ അടിസ്ഥാന നടപടി എടുത്തതിലല്ല അദ്ദേഹത്തിന് സന്തോഷം. അതിൻ്റെ പേരിൽ വി കുഞ്ഞികൃഷ്ണന് ടി.എ. മസൂദൻ്റെ ചോര കുടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിലാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം. ആ ചോര കുടിക്കാനുള്ള സ്കോപ്പില്ലേ? സ്കോപ്പ് ഉണ്ടാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു റെസീറ്റ് ടി.എ. മസൂദൻ വാങ്ങിയ റെസീറ്റായിരിക്കണം, അല്ലെങ്കിൽ ടി.എ. മസൂദന് കൊടുത്ത റെസീറ്റായിരിക്കണം. അങ്ങനെ ഒരു സംഭവമില്ല, അതിന് സ്കോപ്പില്ല. അതുകൊണ്ട് അത് ചോദിച്ചിട്ട് കാര്യമില്ല. ടി.എ. മസൂദന് കൊടുത്ത റെസീറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. ആ റെസീറ്റ് ഓഡിറ്റ് ചെയ്താണ്, അതിൽ ഒരപാകതയും കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾ വെറുതെ കഥയുണ്ടാക്കേണ്ടതാണ്, അങ്ങനത്തെ ഒരു സംഭവമില്ല. എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി ഞാൻ പറഞ്ഞത് പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ റെസീറ്റ് അച്ചടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഉത്തരവാദികളായവർക്കെതിരായിട്ട് ശക്തമായ നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ആ ഉത്തരവാദിയായവരെ പേരിൽ നടപടി എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിൽ ടി.എ. മസൂദൻ ഉത്തരവാദിയാണെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടില്ല. മധുസൂദനെ അതിൽ പെടുത്താൻ വേണ്ടി ചിലപ്പോൾ കുഞ്ഞികൃഷ്ണൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതിന് പറ്റുന്ന ഒരു തെളിവും പാർട്ടി കമ്മീഷൻ മുമ്പാകെ വന്നിട്ടില്ല.